അങ്ങനെ കുറേ നാൾ ടിക്കറ്റ് കാത്തിരുന്ന് ലാസ്റ്റ് നമുക്ക് ബാംഗ്ലൂർ പോകാനുള്ള ടിക്കറ്റ് കിട്ടി. നമ്മളങ്ങനെ ഇന്ന് ബാംഗ്ലൂർ പോവാണ്. അപ്പം നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് വൈകിട്ട് കയറിയിട്ട് രാവിലെ ഇറങ്ങുന്ന രീതിയിലായിരുന്നു. ഒരു 6:30 ട്രെയിൻ ആയിരുന്നു. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാളും ഹൊസൂർ ഇറങ്ങിയിട്ട് ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് പോയത്. ബസ്സിലും ഓട്ടോയിലും ഒക്കെ ആയിട്ടാണ് എന്തായാലും ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേഞ്ചിങ് റൂം എന്നുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലെത്തി. ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരു ഏക്കർ ഒന്നല്ലെന്ന് തോന്നുന്നു 2-3 ഏക്കറുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചിട്ട് കൊള്ളത്തിലായിരുന്നു ഗൈസ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കോൾഡ് കോഫി വാങ്ങിച്ചു കുടിച്ചു. അതിനുശേഷം അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇത് വന്നിട്ട് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അവിടുത്തെ തന്നെ എന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പേര് ഞാൻ മറന്നുപോയി. പക്ഷേ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കോർട്ട് നോക്കിയപ്പോൾ നമ്മൾ കാണാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് പോയാണ് ഫുഡ് കഴിച്ചത്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ നോക്കാനിരുത്താണ് കാണുന്നത് ഇവിടെ ഓൾറെഡി ഫുഡ് കോർട്ട് ഉണ്ടെന്ന്. പക്ഷേ ഞങ്ങൾ 2 ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാശിന് കൊള്ളത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഫുഡ് മേടിക്കാത്തതിനുള്ള വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ വന്നിട്ട് എറണാകുളത്തുനിന്ന് മസാല ദോശയൊക്കെ വാങ്ങിച്ചു കഴിച്ചു കുറേ നേരം